അപ്പോൾ ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോ ഒക്കെ ഒറ്റൊരു ദിവസം ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. മഴയുകൊണ്ട് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 2-3 ബേസിൻ വാങ്ങിയിട്ടുണ്ട്. ഈ കുഞ്ഞു ചെടികളുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള കളേർഡായിട്ടുള്ള ഇലകളുള്ള ചെടികൾ ഇങ്ങനെ നിറയെ നട്ടു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ചട്ടി വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ചട്ടി കിട്ടണമെങ്കിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്ലാസ്റ്റിക് ബേസിൻ വാങ്ങിച്ചു. ഇതിന് 70 രൂപയുള്ളൂ. ഇവിടെ ലോക്കൽ കോഴിക്കോടൊക്കെ പോവുകയാണെങ്കിൽ 50 രൂപയ്ക്ക് കിട്ടുമായിരിക്കും, 50-60 കിട്ടും. അപ്പോൾ ഇതിൽ നിറയെ നമ്മൾ കുഞ്ഞിങ്ങനെ ഈ പ്ലാന്റ് നട്ടുപിടിപ്പിച്ചാൽ കളേർഡായിട്ടുള്ള പ്ലാന്റ്സ് കേട്ടോ. ആ പ്ലാന്റ്സ് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റാണ് കേട്ടോ നടുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ചട്ടിയിലിങ്ങനെ ഇതിനകത്ത് നിറയെ ഇങ്ങനെ വളർത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തൊക്കെ നമുക്ക് വളർത്താം. അതുപോലെ ഈ ഒരു റെഡ് ഡോട്ടുള്ള ചെടീൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ, പിന്നെ പറയാം, പേര് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ 2 ചെടിയാണ് ഞാൻ 2 ബേസിനിൽ നടാൻ വിചാരിച്ചത്. ഒന്നിൽ പോത്തോസ് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് നടാം. കുറച്ച് വെട്ടാനും ഉണ്ട് ചെടികൾ. അപ്പോൾ വെട്ടിയിട്ട് നമുക്ക് നടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു പച്ച ചെടിയാണ് വെട്ടാൻ പോകുന്നത്. ഇതാണ് വെട്ടുന്നത് കേട്ടോ. വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുളയ്ക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാമറ ഞാൻ കയ്യിൽ പിടിച്ചതാണ്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടിയിടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കണ്ടോ, ഇവിടെ ഞാനൊരു ബേസിൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്കാണ് ഇടുന്നത് കേട്ടോ. കണ്ടോ, നല്ലോണം വലുതായിട്ടുണ്ട്. ഞാൻ വെട്ടിയിടാം ആദ്യം, എന്നിട്ട് നമുക്ക് പെറുക്കിയിട്ട് പാത്രത്തിലേക്കിടാം. പിന്നെ കുറച്ചൊരു മുരടിപ്പുണ്ട് ഇലയ്ക്ക്, എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു വളം കുറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ, ശരിക്കും നമുക്ക് നട്ടു വളർത്താം. ഞാനിതുപോലെ ചെറിയത് നട്ടു വളർത്തിയതാണ്. ഇനി ഒന്നും കൂടെ ഉള്ളു വെട്ടാൻ. ഇതിൽ വെള്ളം നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണോ എന്നറിയില്ല.
ഇതൊക്കെ ഞാൻ വെട്ടി ഇതുപോലെ വെട്ടിയതാണ് കേട്ടോ. ഷേപ്പാക്കി കൊടുക്കണം, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ. ഇതുപോലെ വെട്ടി നിർത്താനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഈ ഒരു ചെടി നമുക്ക് ഞാൻ 4 നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം കേട്ടോ. അതും കൂടെ നിറച്ചിട്ട് വേണം ചെയ്യാം. കണ്ടോ, ഒച്ചിനെ കണ്ടോ, ഒച്ചുണ്ട്. അതുപോലെ ഒരു കമ്പിളിപ്പുഴുണ്ട്. ഞാൻ അതിൻ്റെ കാണിക്കാം കേട്ടോ. കമ്പിളിപ്പുഴു നിറയെ വന്നു കഴിഞ്ഞാൽ ഈ ചെടി മുഴുവൻ നശിച്ചു പോകും. കമ്പിളിപ്പുഴുവിൻ്റെ കാഷ്ടം കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ കമ്പിളിപ്പുഴു ഉണ്ട്. ചെടി ചട്ടിയുടെ മുകളിലോ എവിടെയോ ഉണ്ട് സാധനം. അപ്പോൾ അതിനെ പോക്കിയിട്ടില്ലെങ്കിൽ ഒന്നായിട്ട് ഇല മുഴുവൻ തിന്നളയും. അപ്പോൾ നമുക്ക് ഈ ഒച്ചിനെ കളയാം. എത്ര ചെടിയുണ്ട് പറമ്പിൽ, അവിടെ പോയി നിന്നാൽ പോരെ. നമ്മുടെ ചെടീൻ്റെ മുകളിലാണ് ഇവരുടെ താമസം. അപ്പോൾ ഇതും അതുപോലെ ഇത് ഞാൻ ബേസിനിൽ നടാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഒരു ബേസിനും കൂടെ ഉണ്ട്. 3 ബേസിനേ കിട്ടിയുള്ളൂ. പുറത്തൊന്നും പോകാത്തതുകൊണ്ട് ഇവിടെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഒന്നിങ്ങനെ റോസ് കളറിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പൊത്തോസ് വളർത്തിയാലോ എന്നൊരാലോചനയുണ്ട് വെള്ളത്തിൽ. അപ്പോൾ ഇത് രണ്ടും ഏതായാലും നമുക്ക് ഫില്ല് ചെയ്തിട്ട് ഈ 2 ചെടികളും നടാം. അപ്പോൾ വേറെ കുറച്ച് ചെടികൾ ഞാൻ നട്ടത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചാണകപ്പൊടി, കൊക്കോ പിറ്റ്, ഇത് ഏകദേശം ഒരേ അളവിലാട്ടോ എടുത്തത്. പിന്നെ കുറച്ച് കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും കൂടെ പൊടിച്ചത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയില്ലേ, അത് ഉണക്കി പൊടിച്ചതും കൂടെ ഉണ്ട് കേട്ടോ. കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് പൊട്ടാസ്യമൊക്കെ കിട്ടാൻ നല്ലതാണല്ലോ. അപ്പോൾ കുറച്ച് മണ്ണുണ്ട് ഇവിടെ. അപ്പോൾ ഒരു 2 ബേസിൻ മണ്ണ് വേണം. പിന്നെ എനിക്ക് വേറെ 3 ബേസിൻ്റെ അകത്തേക്ക് വേണമല്ലോ. പിന്നെ കുറച്ച് ചട്ടിയിലേക്കൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഏകദേശം 1 ബേസിൻ മണ്ണും എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് കൂട്ടി കുഴയ്ക്കാം. ഇവിടെ മണ്ണ് കൊണ്ടിട്ടതുണ്ട്, അപ്പോൾ ഇത് നമ്മളൊന്ന് കൂട്ടി കുഴയ്ക്കാം. അപ്പോൾ ചെടി ഇങ്ങനെ നമുക്ക് ഇതിനകത്തിങ്ങനെ നട്ടു കൊടുക്കാം. മണ്ണ് 2 ബേസിൻ്റെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ചെടിയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചാണ് നടുന്നത് കേട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ച് മറ്റേ കൈ കൊണ്ടാണ് നടുന്നത് കേട്ടോ. അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. കാരണം മഴയുണ്ടല്ലോ, അപ്പോൾ ക്യാമറയൊന്നും നനയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാൻഡിൽ വെക്കാത്തത്. സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നനയുമല്ലോ. ഇതിൽ തന്നെ ഒരു വെരിഗേഷൻ ഉള്ളതുകൊണ്ട് ഇത് നല്ല വെയിൽ വേണം കേട്ടോ. ഈ ചെടിക്ക് നല്ല വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യത്. അപ്പം നമുക്ക് ഗേറ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ട് വയ്ക്കാം, അതൊരു സമാധാനമാണ്. കാഴ്ചഭാഗത്തൊക്കെ നമുക്ക് വയ്ക്കാം, നല്ല രസമല്ലേ കാണാൻ. നമുക്കും എനിക്കിങ്ങനെ ഞങ്ങളധികം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പുറത്തുനിന്നാണ്, കൊറോണ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആൾക്കാരെ കാണാം അല്ലേ, നമുക്ക് കുറച്ചൊരു സമാധാനമാണ്. അപ്പോൾ കൊറോണയുടെ ആ ഒരു എന്താ പറയുക ലോൺലിനെസ് ഒന്നും നമ്മൾ അറിയില്ലല്ലോ. അങ്ങനെ ആയത്. ഇപ്പോൾ സ്ഥിരം ഞങ്ങൾ പുറത്തുനിന്ന് തന്നെയാണ് ഭക്ഷണമൊക്കെ. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് വെക്കണം എന്നുള്ളത്. ഞാൻ വേറെ ഒരു ചെടി കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ അങ്ങനെ നോക്കിയാൽ കാണുന്ന സ്ഥലത്താണ് വെച്ചത്. കാരണം എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനൊരു രസമാണ്.
ചെടി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു റിലാക്സേഷനാണ് കേട്ടോ മനസ്സിന്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. നല്ല ഭംഗിയില്ലേ നട്ടിട്ട് കാണാൻ? ഇനി വളർന്നു വരുമ്പോൾ ഒന്നും കൂടി രസമുണ്ടാവും. പെട്ടെന്ന് അതിൻ്റെ തണ്ടൊക്കെ ഒടിഞ്ഞിട്ടു കേട്ടോ. ഞാൻ ഒരു കൈ കൊണ്ടാണ് തണ്ടൊക്കെ ഒടിക്കുന്നതും നടുന്നതും ഒക്കെ. കുഴപ്പമില്ല, സുഖമായിട്ട് നടും. ഒരു മുട്ടുണ്ടായാൽ മതി. മുട്ടെന്ന് പറയില്ലേ, ആ ഒരു ജോയിൻറ്റ് അതുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് വേര് പൊട്ടിക്കോളും. ഇങ്ങനെ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു ജോയിൻ്റ് മണ്ണിൽ ആഴ്ത്തി കൊടുക്കണം. അപ്പോൾ ഇവിടുന്ന് തെഴുപ്പ് പൊട്ടും. എല്ലാ ചെടിയും ഇങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ താഴ്ത്തി കൊടുത്താൽ മതി. ഇതിൻ്റെയൊക്കെ ഇല നട്ടാലും ഉണ്ടാവും കേട്ടോ. ഇല മാത്രമായിട്ട് നമ്മളിങ്ങനെ ഊന്നി കൊടുക്കാം. പ്രോപ്പഗേഷന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടാലും മതി. ഇങ്ങനെ ഒരു തണ്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് വേര് പൊട്ടിക്കോളും. എന്നിട്ട് വേര് പൊട്ടിയിട്ട് കുഴിച്ചിട്ടാലും മതി. അല്ലെങ്കിൽ മണ്ണിലും വയ്ക്കാം. എന്നിട്ട് വെച്ചാലും വേര് വരും. പെട്ടെന്ന് വേര് വന്ന് പിടിക്കുന്ന ഒരു ചെടിയാണത്. ഒട്ടും മെയിൻ്റനൻസ് ഒന്നുമില്ല. കുറച്ചെന്തെങ്കിലും അടിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല ഭംഗിയാണ് കാണാൻ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. എനിക്കിതിൻ്റെ ഭംഗിയാണ്. ഇങ്ങനത്തെ പല കളേഴ്സും ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ 2 കളറേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി കളേഴ്സും കൂടെ കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പോയി നോക്കണം. ഇനി നഴ്സറിയിലൊക്കെ പോയി നോക്കിയാൽ കിട്ടും. അപ്പോൾ ഒന്നിലും മുഴുവൻ ഞാൻ നട്ടു. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ? ഇനി മറ്റേതിൽ ആ ചുവപ്പ് ചെടി നടാം കേട്ടോ. ഇനി ഇതിലാണ് നടുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഒന്ന് കട്ട് ചെയ്തിട്ടില്ല, കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നട്ടു കൊടുക്കുക, ഇങ്ങനെ നട്ടു കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ഫില്ല് ചെയ്തു. ഒരുവിധം കുറച്ച് കുറവായിരുന്നു കേട്ടോ, ഒപ്പിച്ചതാണ്. ഇതും ഫില്ല് ചെയ്തത്. ഇനി ഇത് വളർന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കാണുക. നല്ല ഭംഗിയില്ലേ, നോക്കുക. റെഡ് സ്പോട്ട് ഇതുപോലെ പല കളറിലുണ്ട് ചെടികൾ. ഇപ്പോൾ 2 എണ്ണം ഇതാണ്. പിന്നെ 2 എണ്ണം ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് വെച്ചത് കാണിച്ചില്ലേ, അതുണ്ട്. പിന്നെ നമ്മൾ സാധാരണ തോട്ടച്ചീര എന്നൊക്കെ പറയുന്നില്ലേ, അതും ഇതുപോലെ വളർത്തിയാൽ നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ ഒരു പോട്ടിലിങ്ങനെ വളർത്തിയിട്ട് കട്ട് ചെയ്ത് നിർത്തണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി. നല്ല വെയിൽ വേണ്ട ചെടിയാണ് കേട്ടോ അത്. ഇത് വെയിലത്ത് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ലഷായിട്ട് വളരാൻ തുടങ്ങിയത്. പിന്നെ കുറച്ച് വളം ഇട്ട് കൊടുക്കണം, അടിവളം. എന്തെങ്കിലും ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. വലിയ കെയറൊന്നും വേണ്ടാത്ത ചെടിയാണ്. പക്ഷേ ഇങ്ങനെ നട്ടുണ്ടാക്കിയാൽ നല്ല ഭംഗിയാണ് കട്ട് ചെയ്ത് നിർത്തിയാൽ കാണാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.